Hi all. So today's topic is I Cannot Forget, a poem written by Alexander Keimal. അലക്സാണ്ടർ കെമൽ അല്ലെങ്കിൽ കൈമൽ എന്ന് പറഞ്ഞ ആൾ ഫസ്റ്റ് എന്താ പറയുക, അദ്ദേഹം പോളണ്ടിലാണ് ജനിച്ചത്. ഒരു പോയറ്റാണ്, ഒരു ഹോളോകാസ്റ്റ് സർവൈവറാണ് അദ്ദേഹം. ആൻഡ് അദ്ദേഹത്തിൻ്റെ പോയംസിനകത്ത് ഫുള്ളുള്ളത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലൊക്കെ ജ്യൂസിനെ കൊന്നു തള്ളിയല്ലോ ജർമ്മൻ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ഹിറ്റ്ലർ. അപ്പം ആ ഒരു ക്രൂവലായിട്ടുള്ള ഇൻസിഡൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അട്രോസിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹോളോകാസ്റ്റ് പോംസ് അല്ലെങ്കിൽ ഹോളോകാസ്റ്റ് വർക്ക്സ് ആണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാൻകൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹൊറിഫൈഡ് ആക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അതായത് അവരുടെ അൺസ്പീക്കബിൾ ആക്ട്സ് ഓഫ് ബ്രൂട്ടാലിറ്റി, അവർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രൂവലായിട്ടുള്ള ആക്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻസിഡൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. സോ ഈ നമ്മുടെ പോയറ്റ് തന്നെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 8 ലാംഗ്വേജസ് സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹം ഈ വാറിനെ കുറിച്ച് അല്ലെങ്കിൽ ജെനോസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ആളുകളെ കൊല്ലുന്നത്, ആൻറ്റി സെമിറ്റിസത്തിനെ കുറിച്ച്, അതായത് ജ്യൂസിനെതിരെ ഒരു അറ്റാക്ക് നടത്തുന്നതിനെ കുറിച്ച്, അതൊക്കെ അദ്ദേഹം എന്താ പറയുക വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ഈ പോയത്തിനകത്തുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂസും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസും കൂടിയാണ് ഈ പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഹോളോകാസ്റ്റ് ഇൻസിഡൻസിനെ കുറിച്ചുള്ള പോയംസ് എന്ന് പറയുന്നതെല്ലാം വൈഡായിട്ട് റീപ്രിൻറ്റ് ചെയ്തും ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഐ കനോട്ട് ഫൊർഗെറ്റ് എന്നുള്ള ഈ ഒരു പോയം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ജ്യൂസുകളെ ഈ ഗെറ്റോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു കോൺസെൻട്രേറ്റഡ് ക്യാമ്പ്സ് പോലുള്ള ഈ ഗെറ്റോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പാർപ്പിക്കും. ഓക്കെ, സോ ഈ ഗെറ്റോസ് ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. ഇവരെ തേടി പിടിച്ച് കൊല്ലാൻ വരുന്ന ആളുകൾ ഇത് റെയ്ഡ് ചെയ്യും. പിന്നീട് അവിടെ നടക്കുന്ന ക്രൂവലായിട്ടുള്ള ആക്ടുകളെ കുറിച്ചാണ് ഈ ഒരു പോയത്തിനകത്ത് സംസാരിക്കുന്നത് നമ്മുടെ റൈറ്റർ. ഐ കനോട്ട് ഫൊർഗെറ്റ് എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. അതായത് ഇദ്ദേഹം കണ്ട കാഴ്ചകൾ ഇദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളാണ്. അത്രയും ക്രൂവലായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം കണ്ടത് അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെറ്റോ ആയിട്ടുള്ള ROHATYN റൊവാറ്റിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാം. ROHATYN ഈ ഒരു ഗെറ്റോയിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റാൻസിലും ചോദിക്കുന്നുണ്ട്, ഡു ഐ വോണ്ട് ടു റിമെമ്പർ? നോ, ഐ കനോട്ട് ഫൊർഗെറ്റ് ഇറ്റ്. ഈ ഒരു ലൈൻസ് 2 എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഫേസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഓരോ സ്റ്റാൻസയ്ക്കകത്തും പറഞ്ഞു പോവാണ്. അപ്പം ഡു ഐ വോണ്ട് ടു റിമെമ്പർ എന്നാണ് ഓരോ സ്റ്റാൻസയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു ഐ വോണ്ട് ടു റിമെമ്പർ, അതായത് ഈ ഒരു ഗെറ്റോ ഈ റെയ്ഡിന് മുന്നേ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഗെറ്റോ. അതായത് ഈ ജ്യൂസ് ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഗെറ്റോ. അപ്പോൾ ഈ ഗെറ്റോസ് കണ്ടുപിടിച്ച് ജർമ്മൻകാർ വരുമ്പോൾ ഇതിനെ റെയ്ഡ് ചെയ്ത് ആളുകളെല്ലാം കൊന്നൊടുക്കും, കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടത്തില്ല. സോ റെയ്ഡിന് മുന്നേ ഗെറ്റോസ് എന്ന് പറയുന്നതെല്ലാം GHETTO ആണ് ഗെറ്റോയുടെ സ്പെല്ലിങ്. എല്ലാം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു, സ്ഥലങ്ങളായിരുന്നു. പക്ഷെ എന്നാൽ പോലും റെയ്ഡിന് ശേഷം എങ്ങനെയാണ് കുട്ടികൾ പേടിച്ച് വിൻഡിൽ ലീവ്സ് ഷിവർ ചെയ്യുന്ന കണക്ക് ഷിവർ ചെയ്യുമായിരുന്നു. അമ്മമാർ ഒരു പീസ് ഓഫ് ബ്രെഡിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. അവരുടെ കാലുകൾ അല്ലെങ്കിൽ അവിടെ എല്ലാം ഫുള്ള് ഷാഡോസ് ആയിരുന്നു. അവരുടെ കാലുകളെല്ലാം നീരെടുത്ത് സ്വളനായിട്ടിരിക്കുമായിരുന്നു. ആൻഡ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഫിയർഫുള്ളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻസർ ലാസ്റ്റ് പറയുന്നുണ്ട്, നോ ഐ ഡോണ്ട് വോണ്ട് ടു റിമെമ്പർ ബട്ട് ഹൗ ക്യാൻ ഐ ഫൊർഗെറ്റ്. അതായത് എനിക്കിതൊന്നും ഓർക്കണ്ട, പക്ഷേ ഇതെങ്ങനെ എനിക്ക് മറക്കാൻ സാധിക്കും? അതായത് ഇത്രയും കാര്യങ്ങൾ ഞാൻ വിറ്റ്നസ് ചെയ്തതാണ് പേഴ്സണലി. സോ ഈ അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഓടുന്നത്, അവരുടെ കാലും കയ്യും എല്ലാം നീര് വെച്ച് വീർത്തിരിക്കുന്നത്, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, എങ്ങും ഷാഡോസ്. കാരണം എങ്ങും ഷാഡോസ് എന്ന് വെച്ചാൽ ഇവരെല്ലാം ഭയന്ന് പേടിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഓടി വന്ന് റെയ്ഡ് ചെയ്യുക, അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ദെൻ സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്തും ഡു ഐ വോണ്ട് ടു റിമെമ്പർ ദ ക്രിയേഷൻ ഓഫ് ഹെൽ. അതായത് ഈ ഒരു ഗെറ്റോയ്ക്കകത്ത് റെയ്ഡ് നടക്കുമ്പോൾ അവിടെ ഒരു ഹെല്ലാണ്, ആ പ്ലേസ് അങ്ങ് ഹെല്ലായി മാറുകയാണ്. എന്ന് വെച്ചാൽ അത്രയും ക്രൂവലായിട്ടുള്ള ആക്ടിവിറ്റീസാണ് അവിടെ നടക്കുന്നത്. റെയ്ഡേഴ്സ് വളരെയധികം ഷൗട്ട് ചെയ്ത് എൻജോയ് ചെയ്താണ് അവർ ഹണ്ടിങ് നടത്തുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഹണ്ട് എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുറിവേറ്റവരും ജീവന് വേണ്ടി ബെഗ് ചെയ്യുന്നവരുടെയൊക്കെ നിലവിളി കാരണം ആ ഗെറ്റോസ് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അമ്മമാരുടെ മുഖം എന്ന് പറയുന്നത് പെയിൻ കൊണ്ട് ഇങ്ങനെ കാർവ് ചെയ്തെടുത്തതുപോലെ ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ പിന്നെ കൊല്ലുന്നത് കാണുന്നു, കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുന്നു. എല്ലായിടത്തും ഭയം മാത്രമാണ് ഉള്ളത്.
വീണ്ടും നമ്മുടെ പോയിന്റ് റിപ്പീറ്റ് ചെയ്യാണ്. നോ ഐ ഡോണ്ട് വോണ്ട് ടു റിമെമ്പർ ബട്ട് ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ്. സോ ഇവിടുത്തെ റിഫ്രെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡു ഐ വോണ്ട് ടു റിമെമ്പർ എന്നുള്ള ലൈനും അതുപോലെ തന്നെ നോ ഐ ഡോണ്ട് വോണ്ട് ടു റിമെമ്പർ ബട്ട് ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് എന്നുള്ള ഈ ഒരു ലൈനും ഓർത്തു വെക്കുക. അടുത്ത സ്റ്റാൻസ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഡു ഐ വോണ്ട് ടു റിമെമ്പർ മൈ ഫിയർഫുൾ റിട്ടേൺ. അപ്പോൾ ഫാമിലീസ് ഈ ഒരു റെയ്ഡിന് ശേഷം എങ്ങനെയൊക്കെയാണെന്ന്, ഫാമിലീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർഡ് ആയി. അതായത് ഫാമിലീസ് മൊത്തത്തിൽ ഒരു കുടുംബത്തിലൊരു 4 പേരുണ്ടെങ്കിൽ 4 പേരെ ഇവർ കൊല്ലും. അതുപോലെ തന്നെ ആളുകളുടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒന്നിനുമേൽ ഇങ്ങനെ ഹീപ്പായിട്ട് കൊണ്ടിട്ടേക്കുവാണ്. അത് അവിടെ ഫുള്ള് ബ്ലഡിൻ്റെ സ്മെല്ലാണ് മൊത്തം ഉള്ളത്. അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് നടക്കുവാണ്, സെർച്ച് ചെയ്ത് നടക്കുവാണ്. പക്ഷേ ഇദ്ദേഹത്തിനറിയാം കുഞ്ഞുങ്ങളെയൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം കുഞ്ഞുങ്ങളെ സഹിതം ഇവർ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗെറ്റോയിൽ നടക്കുന്ന ഇൻസിഡൻസിൻ്റെ പെയിൻ അല്ലെങ്കിൽ ഇത്രയും ക്രൂവൽറ്റിയുടെ പെയിൻ എന്ന് പറയുന്നത് ഒരു നൈഫ് എങ്ങനെയാണോ നമ്മുടെ കൈയും കാലും മുറിക്കുന്നത് അതേ പെയിൻ തന്നെയാണ് നമുക്ക് അപ്പോഴും തോന്നുന്നത്. വീണ്ടും നമ്മുടെ പോയിട്ട് പറയുന്നു, എനിക്കിതൊന്നും ഓർക്കണ്ട, പക്ഷേ ഇതെങ്ങനെ ഞാൻ മറക്കും എന്ന് ചോദിക്കുവാണ്. വീണ്ടും അടുത്ത സ്റ്റാൻസ, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ, അതായത് 4th 5th 5 സ്റ്റാൻസാസേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. 4th സ്റ്റാൻസ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഡു ഐ വോണ്ട് ടു റിമെമ്പർ ദ വെയിലിംഗ് ഓഫ് ദ നൈറ്റ്. അതായത് രാത്രിയുടെ കരച്ചിൽ ഞാൻ എങ്ങനെ മറക്കും, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണോ എന്ന് ചോദിക്കുവാണ്. വെയിലിംഗ് ഓഫ് ദ നൈറ്റ്, വെയിലിംഗ് എന്ന് വെച്ചാൽ ക്രൈയിങ് എന്നാണ് മീനിങ്, WAILING. അതായത് രാത്രിയിലാണ് ഈ സംഭവങ്ങളെല്ലാം, റെയ്ഡും ഈ ക്രൂവലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഈ രാത്രി ഫുള്ള് കരച്ചിലും ബഹളവും ചോരയുടെ മണവും വെട്ടും കുത്തുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രാത്രിയുടെ കരച്ചിൽ ഞാൻ എങ്ങനെ മറക്കും. ഡോർസ് എല്ലാം കിക്ക് ചെയ്ത് ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് ഈ റെയ്ഡേഴ്സ് വരുന്നത്. അവിടെ ഇവിടെയുമെല്ലാം ഫെതേഴ്സ് ഇങ്ങനെ റിപ്പ് ചെയ്ത ഫെതേഴ്സ്, അതായത് ബേർഡ്സിൻ്റെ ആയിരിക്കും. ആ ഫെതേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്, ഫ്ലോട്ട് ചെയ്യുവാണ് എയറിൽ. ആ രാത്രിയുടെ സ്മെല്ല് തന്നെ എന്താണ്, സ്നോയും ബ്ലഡും തമ്മിലുള്ളൊരു സ്മെല്ലാണ് രാത്രിയുടെ സ്മെല്ലെന്ന് പറയുന്നത്. മൂണെന്ന് പറയുന്നത് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ ആകെയുള്ള വെളിച്ചം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ വെളിച്ചം മാത്രമാണ്. ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒളിച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ തേടി നടക്കുന്നതുമല്ല. അപ്പോൾ ഈ ഷാഡോസിനൊന്നും ഫേസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം മറിച്ച് പേടിച്ച് വിഷമിച്ച് ഒളിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും പറയുവാണ്, ഐ ഡോണ്ട് വോണ്ട് ടു റിമെമ്പർ ബട്ട് ഐ കനോട്ട് ഫോർഗെറ്റ്. ഇതൊന്നും എനിക്ക് ഓർക്കണ്ട, പക്ഷേ എനിക്കിതൊരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഡു ഐ വോണ്ട് ടു റിമെമ്പർ ദിസ് വേൾഡ് അപ്സൈഡ് ഡൗൺ. ഇനി അദ്ദേഹം പറയുവാണ്, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഒരു മെസ്സേജ് കൊടുക്കുവാണ്. ഞാനോ ഈ ഒരു വേൾഡിനെ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് കണ്ടത്. അതായത് അത്രയും ക്രൂവലായിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഞാൻ കണ്ടത്. ഈ ലോകം വളരെ ക്രൂവലായിട്ട് മാറുന്നതാണ് ഞാൻ കണ്ടത്. ഇനി വരാൻ പോകുന്ന ആളുകൾ പക്ഷേ അങ്ങനെ ആവരുത്. അവരിതിനെതിരെ എല്ലാം ഫൈറ്റ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം ഇൻഡയറക്ട്ലി പറയുന്നത്. മരിച്ചു പോയവരെല്ലാം ബ്ലെസ്ഡ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അവരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് കൊല്ലുകയാണ്, അല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലതല്ല, പെട്ടെന്ന് കൊല്ലുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന എന്നെപ്പോലുള്ള വിറ്റ്നസ് ചെയ്ത ആളുകൾ, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്കൊരു വല്ലാത്തൊരു ടോർച്ചറസ് ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നശിച്ച സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്നത്. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ശാപം കിട്ടിയ ലൈഫായിപ്പോയി. കാരണം ഇതെല്ലാം അവർ വിറ്റ്നസ് ചെയ്ത് അവരുടെ ആളുകൾ മരിച്ചതും അവർ ആ മരണത്തിൻ്റെ ഓർമ്മകളോ അല്ലെങ്കിൽ ആ മരിച്ചുപോയ ആളുകളെ ആലോചിച്ച് ഇവരിങ്ങനെ ടോർച്ചറസ് ആയിട്ടുള്ളൊരു ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ വരുന്നത്. അപ്പം മരിച്ചു പോയവരാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. ഇപ്പോൾ താമസിക്കുന്ന ലിവിങ് സോൾസ് എന്ന് പറയുന്നത് അവർ വെറും ആഷസും ഗ്യാസുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരത്രയും നീറിപ്പുകഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റാൻസയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ അദ്ദേഹം പറയുന്നത് നോ ഐ ഡോണ്ട് വോണ്ട് ടു റിമെമ്പർ എന്നാണ്. പക്ഷേ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് നോ ഐ ഹാവ് ടു റിമെമ്പർ, ഞാനിതെല്ലാം ഓർക്കണം, ആൻഡ് ഐ വിൽ നെവർ ലെറ്റ് യു ഫോർഗെറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഒരിക്കലും ഈ കാര്യങ്ങൾ നിങ്ങളെ മറക്കാനും ഞാൻ സമ്മതിക്കുകയില്ല. അതായത് ഞാനിനി കണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയ ആളുകൾ ഇതെല്ലാം ഓർക്കണം. നിങ്ങൾ ഫേസ് ചെയ്ത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഫേസ് ചെയ്ത്, നിങ്ങളുടെ മക്കൾ പോയതും നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും മരിച്ചതും എല്ലാം ഇങ്ങനെ ഓർത്തിരിക്കണം എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഇതെല്ലാം ഓർക്കണം. അതായത് അവരുടെ കഴിഞ്ഞു പോയ ഫോർഫാദേഴ്സൊക്കെ ഇത്രയും അധികം പീഡനങ്ങളൊക്കെ ഏറ്റിട്ടാണ് മരിച്ചു പോയതെന്നൊക്കെ ഇവർ അറിഞ്ഞിരിക്കണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിട്ട് പറയുന്നത്. ദെൻ അലക്സാണ്ടർ കിമൽ എന്ന് പറയുന്നത് പോളിഷ് പോയിറ്റാണ്. അദ്ദേഹം ഒരു ഹോളോകോസ്റ്റ് സർവൈവറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു.
ഈ ഐ കനോട്ട് ഫൊർഗെറ്റ് എന്നുള്ളത് ഏത് കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്? അദ്ദേഹം വിറ്റ്നസ് ചെയ്ത ഹോളോകാസ്റ്റ് മെമ്മറീസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് ജ്യൂസിനെ കൊന്നൊടുക്കുന്നത് കണ്ട് അത്രയും ക്രൂവലായിട്ടുള്ള ആക്ട്സ് കണ്ടിട്ട് ആ മെമ്മറീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഐ കനോട്ട് ഫൊർഗെറ്റ് എന്ന്. ടോൺ ഓഫ് ദ പോയം എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആൻഡ് വളരെ സാഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് അത് വളരെ ആംഗ്രി ആയിട്ട് മാറുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഡിറ്റർമിനേഷനാണ് കാണിക്കുന്നത്. അതായത് ഒരിക്കലും നിങ്ങളെ ഞാൻ ഇത് മറക്കാൻ അനുവദിക്കില്ല എന്നാണ് അവസാനം പറഞ്ഞ് പോകുന്നത്. പിന്നെ കുട്ടികളെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? കുട്ടികളെ കാറ്റത്ത് ലീവ്സ് കിടന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് കുഞ്ഞുങ്ങൾ പേടിച്ച് പറയ്ക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ സിമിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു പോയറ്റ് എന്താണ് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ജനറേഷനെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ പെയിൻഫുൾ പാസ്റ്റ് അവരും അറിഞ്ഞിരിക്കണം, അവർ ഓർക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു പോയം ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ് അടുത്തത്? കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കാം. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോളോകാസ്റ്റിൽ സംഭവിച്ച പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ. ദെൻ എന്തിനെക്കുറിച്ചാണ് ഈ പോയിട്ടിനത് സംസാരിക്കുന്നത്? അതൊക്കെ ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഐ ഹാവ് ടു റിമെമ്പർ ആൻഡ് നെവർ ലെറ്റ് യു ഫോർഗെറ്റ് എന്ന് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ലാസ്റ്റ് ലൈൻ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അതായത് ഈ പോയത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മെമ്മറീസ് എലൈവ് ആക്കി വെക്കുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇനി വരുന്ന തലമുറയ്ക്ക് ഈ മെമ്മറീസ് ഇതെല്ലാം അവർ മറക്കാതിരിക്കാൻ അവരെ ഓർമ്മിപ്പിക്കുക. അതായത് ഇവരുടെ ഫോർ ഫാദേഴ്സ് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള പാസ്റ്റ് കഴിഞ്ഞിട്ടാണ് വന്നതെന്നും ഇനി ഇവരായിട്ട് അതിനെ ഒന്നും കണ്ടിന്യൂ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഇവരായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫൈറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം ഇൻഡയറക്ട്ലി ഇത് പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിനെ പോലെ തന്നെ ഇവരും അതിനെ സർവൈവ് ചെയ്യുക, എന്നിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുക. ഓക്കെ. ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നത്. ടു എഡ്യൂക്കേറ്റ് ദി ഫ്യൂച്ചർ ജനറേഷൻസ്. ഓക്കെ. ആദ്യമേ തന്നെ ഈ പോയം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്പീക്കർ സ്വന്തം മൈൻഡിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റുമായിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റുമായിട്ടാണ് നടക്കുന്നത്. അതായത് അദ്ദേഹം നമ്മുടെ അടുത്ത് ചോദിക്കുവാണ്, ഞാനത് മറക്കണോ, ഞാൻ എങ്ങനെ മറക്കും എന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു. ലാസ്റ്റാണ് ഒരു ഡിറ്റർമിനേഷനോടുകൂടി ഇദ്ദേഹം പറയുന്നത്, ഒരു ഉറച്ച മൈൻഡോടുകൂടി ഇദ്ദേഹം പറയുന്നത്, ഇല്ല, ഞാൻ നിങ്ങളെ മറക്കാൻ അനുവദിക്കത്തുമില്ല, ഞാൻ ഒട്ട് മറക്കത്തുമില്ല എന്ന്. അപ്പോൾ തുടക്കത്തിൽ കാണുന്ന ആ ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനൊന്നും ലാസ്റ്റ് കാണത്തില്ല. ഓക്കെ. പിന്നെ ഈ ജ്യൂസിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു പോകുന്നതെന്നാണ് ഈ ഒരു പോയത്തിൽ. ജ്യൂസ് താമസിച്ചിരുന്നത് ഗെറ്റോസ് എന്നുള്ള സ്ഥലത്തായിരുന്നു. അവർക്ക് യാതൊരു വിധത്തിലുള്ള സർവൈവൽ ചാൻസും ഇല്ലായിരുന്നു. അവരെ ഫോഴ്സ് ചെയ്ത് അവരുടെ വീടുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. നാസീസ് വന്ന് അവരുടെ ഡോർസ് ചവിട്ടി പൊളിച്ച് വെളിയിലോട്ട് കൊണ്ടുപോയി എന്താ പറയുക, അവരെ ആ കോൾഡ് സ്ട്രീറ്റ്സിൽ കൊണ്ടിട്ട് കൊല്ലുകയായിരുന്നു. ഓക്കെ. പിന്നെ വെയിലിംഗ് ഓഫ് ദ നൈറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, രാത്രി എങ്ങനെയാണ് കരയുന്നതെന്ന്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാത്രിയിലാണ് ഈ ആളുകളെ എല്ലാവരെയും നല്ലപോലെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ രാത്രി കരയുന്നത് പോലെയാണ്. രാത്രി കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഈ ആളുകൾ പേടിച്ച് വേദന കൊണ്ട് കരയുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലാസ്റ്റ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോൺ ഓഫ് ദ പോയം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനകത്തുനിന്ന് പിന്നെ അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദ പോയം, അതായത് ഐ കനോട്ട് ഫൊർഗെറ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതായത് ഐ കനോട്ട് ഫൊർഗെറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് സാഹചര്യത്തിലാണ് എഴുതിയത്? മറ്റേ ഹോളോകാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞാണ് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു പോകുന്നത്. ആദ്യമേ അദ്ദേഹം തന്നെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, ഞാനിത് മറക്കണോ, ഞാനിത് എങ്ങനെ ഓർക്കും എന്നൊക്കെയുള്ള രീതിയിൽ. അവസാനം പറഞ്ഞു പോകുമ്പോൾ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ധൈര്യത്തോടെ ഇദ്ദേഹം പറയുവാണ്, ഞാനിത് ഒരിക്കലും നിങ്ങളെ മറക്കാൻ അനുവദിക്കുകയില്ല എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു തീം ജസ്റ്റ് ഒന്ന് ഒരു 5 to 6 ലൈൻസിലങ്ങ് എഴുതിയാൽ മതി. പിന്നെ പോയറ്റിക് ആയിട്ടുള്ള ഇമേജ് ടെക്നിക്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പോയറ്റിക് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ മദർ സെർച്ചിങ് ഫോർ എ പീസ് ഓഫ് ബ്രെഡ്, ഷാഡോസ്, പിന്നെ സ്വോളൻ ലെഗ്സ്, ക്രിയേഷൻ ഓഫ് ഹെല്ല്, എൻജോയിങ് ദ ഹണ്ട്, ഇതൊക്കെയെന്ന് പറയുന്ന പോയറ്റിക് ടെക്നിക്സുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെമിലീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്, മെറ്റഫേഴ്സ് ഉണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ എല്ലാം ട്രോമയും മിസറിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ സിമിലീസും മെറ്റഫേഴ്സുമാണ് കേട്ടോ. പിന്നെ അതായത് കമ്പാരിസൺസ് എന്തിനോടൊക്കെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കമ്പാരിസൺസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. അമ്മമാരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ഇവരുടെ ക്രൂരത കാണിക്കുന്നത്, കമ്പാഷനേറ്റ്, മൂൺ എങ്ങനെയാണ് കമ്പാഷനേറ്റ് ആവുന്നത്. അതായത് ആ മൂൺ ലൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒളിക്കാനും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുമുള്ള ലൈറ്റ് മൂൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.